ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും. അതായത് ഒരു ചായക്കട അല്ലെങ്കിൽ കഫേ മോഡൽ സ്റ്റാർട്ടപ്പ് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. ബട്ട് ഇറ്റ് റിമെയിൻസ് ആസ് എ ഡ്രീം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു ശരിക്കും ഒരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് മോഡൽസ് എന്തൊക്കെ ഉണ്ടാവും, ശരിക്കും പ്രോഫിറ്റബിൾ ആയിരിക്കുമോ, അതിൻ്റെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ. സോ ആസ് എൻ അക്കൗണ്ടൻറ്റ് ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു. ആൻഡ് ഈ ഡ്രീംസ് ശരിക്കും നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ആക്ച്വലി എന്താ പറയുക ചെയ്യാൻ പറ്റുമോ എന്ന് ഇല്ലേ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ദിസ് വീഡിയോ സീരീസ് ഈസ് ഓൾ അബൌട്ട് മേക്കിംഗ് ദോസ് ഡ്രീംസ് ടു റിയാലിറ്റി. ഇതിൻ്റെ ഏകദേശം ഒരു കേസ് സ്റ്റഡി എന്നുള്ള രീതിക്ക് ഞാനിവിടെ അടുത്തുള്ളൊരു കഫേ ചൂസ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ദെയർ. ചായ് ഡോട്ട്. ഇതൊരു വലിയൊരു കഫറ്റീരിയ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാൻസി കഫറ്റീരിയ ഒന്നല്ല, എന്നാലും ഡെഫിനറ്റ്ലി ഒരു ചായക്കടനേക്കാട്ടും വലിയൊരു സെറ്റപ്പാണ്. സോ ബെസ്റ്റ് ഫോർ എ കേസ് സ്റ്റഡി മോഡൽ. ആൻഡ് രണ്ടാമത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു കസ്റ്റമറുടെ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഇതിനെ കുറച്ച് കൂടുതൽ മനസ്സിലാക്കും. കാരണം വൈ ഞാൻ ഈ ഒരു കട ചൂസ് ചെയ്യുന്നു, നോർമൽ ഒരു കടനേക്കാട്ടും പൈസ കൂടിയിട്ടും ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്ന് ചായ കുടിക്കുന്നു എന്നുള്ളൊരു കസ്റ്റമറുടെ പേഴ്സ്പെക്റ്റീവിൽ കുറച്ചുകൂടെ ഐഡിയ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഇൻറ്റീരിയൻസും കാര്യങ്ങളൊക്കെ പ്രിറ്റി ഡീസൻറ്റ്, ഭയങ്കര അടിപൊളി സംഭവങ്ങളൊന്നുമല്ല, പ്രിറ്റി ഡീസൻറ്റ്. ഇരിക്കാനൊരു കംഫർട്ടബിൾ ഉണ്ട്, നല്ല മ്യൂസിക്സ് ഉണ്ട്, നല്ല വൈബ്സ് ഉണ്ട്. എനിക്കിതിൽ ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമുണ്ട്. അതായത് ഇവിടെ ബോയിൽ ചെയ്തെടുക്കണതിന് പകരം ഇവിടെ സ്റ്റീം ചെയ്തെടുക്കണം. അതുകൊണ്ട് കുറേ ബെനിഫിറ്റ്സും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നിട്ട് ഓർഡർ ചെയ്യുമ്പോൾ അപ്പം തന്നെ കുറച്ച് പാലെടുത്തിട്ട് അതിനനുസരിച്ചുള്ള പാല് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, സ്റ്റീം ചെയ്ത് ഫ്രഷ് ആയിട്ട് ടേസ്റ്റി ആയിട്ട് കൊടുക്കുക. സോ ഒരുപാട് ടൈമും ലാഭിക്കുക, പൈസയും ലാഭിക്കുക, അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് കസ്റ്റമർക്ക് ആ ടൈമിൽ മാത്രം ഉണ്ടാക്കിയത് കൊടുക്കുകയും ചെയ്യുക. ഇതൊരു വ്ളോഗ് വീഡിയോ അല്ലാത്തതുകൊണ്ട് തന്നെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് നമ്പേഴ്സ്. മെനുവിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ ഒരു ചായക്ക് ഒരു 20 മുതൽ 30 രൂപ വരെ കോസ്റ്റ് ഉണ്ട്. സോ വി ക്യാൻ ടേക്ക് ദ ആവറേജ് 25 റുപ്പീസ് സെല്ലിംഗ് പ്രൈസ്. ഒരു ചായക്ക് അവിടുത്തെ കോസ്റ്റ് ആയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് 12 റുപ്പീസാണ്. മൈനസ് 12 വിച്ച് ഈസ് 13 റുപ്പീസ്. 13 റുപ്പീസാണ് ഒരു ചായമേൽ അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ 50, 20, 10, 80 രൂപ. ബാക്കി എത്ര ഉണ്ട്? 70. ലാഭമാണോ? നമുക്കൊരു ചായയിൽ എത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് കണ്ടോ. ഇനി അവിടെ ഒരു ദിവസം എത്ര ചായ പോകുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ദിവസം ചായന് മാത്രം എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവും. സോ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ദിവസം എത്ര ആൾക്കാർ ചായ കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ചായ വിറ്റ് പോകണ്ടെന്ന് അറിയണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്രോക്സിമേറ്റ്ലി ഒരു ഫിഗർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായി. ആൻഡ് സർപ്രൈസിംഗ്ലി ഞാനൊരു റീസെൻ്റ്ലി അവിടെ ഒരു ബോർഡ് കണ്ടു. അതായത് അവിടെ ഫസ്റ്റ് ഇയർ അവർ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യണം. ആൻഡ് ദെൻ അവർ ആ ബോർഡ് വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഫസ്റ്റ് ഇയറിൽ ഏകദേശം 98,970 ചായ ഏകദേശം വിറ്റുപോയി എന്നാണ്. സോ 98,970 ചായ ഒരു വർഷം വിറ്റുപോയിട്ടുണ്ടെങ്കിൽ അതേ ഡിവൈഡഡ് ബൈ 365 365 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര ചായ വിൽക്കേണ്ടെന്ന് നമുക്ക് കിട്ടും. ഡിവൈഡഡ് ബൈ 365. സോ ഏകദേശം അപ്രോക്സിമേറ്റ്ലി 270 ചായ ഒരു ദിവസം അവിടെ വിൽക്കുന്നുണ്ട്. 270 ചായക്ക് പ്രോഫിറ്റ് 13 രൂപ. ഒരു ദിവസം ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ്, ഐ തിങ്ക് യു ആർ വിസിബിൾ, 3510. ഒരു ദിവസം ചായ മാത്രം വിറ്റ് ഏകദേശം 3510 രൂപ ഇവർക്ക് പ്രോഫിറ്റ് കിട്ടും. ഒരു ദിവസം 3500 രൂപ ഏകദേശം ചായ വിറ്റ് മാത്രം പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം 1,05,000 രൂപ ഒരു മാസം ചായ വിറ്റ് മാത്രം പ്രോഫിറ്റ് കിട്ടും. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പ്രോഫിറ്റ് മാത്രമല്ല അല്ലേ, ചിലവുകളുണ്ടാവും. സോ ചിലവുകൾ ഫിക്സ്ഡ് കോസ്റ്റ് ഏകദേശം എത്ര വരുന്നുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ചായ പോലും ഒരു മന്തിൽ വിറ്റ് പോയില്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മാസം ഒരാൾ ഒരു ഈച്ചക്കുഞ്ഞ് പോലും ഒരു ചായ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സാലറി കൊടുക്കണ്ടേ, റെൻറ്റ് കൊടുക്കണ്ടേ. ദിസ് ഈസ് വാട്ട് ഫിക്സ്ഡ് കോസ്റ്റ് ഈസ്. സോ റെൻറ്റ്, സാലറി, ഇലക്ട്രിസിറ്റി എക്സെട്ര നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ റെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അടുത്തുള്ള ഷോപ്സിൻ്റെ ഒരു ആവറേജ് വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ദെൻ ഇറ്റ് വിൽ കം അറൗണ്ട് 60,000 റുപ്പീസ് പെർ മന്ത്. ഒരു മാസം 60,000 രൂപ ഫിക്സ്ഡ് കോസ്റ്റ് മാത്രമായിട്ട് ചിലവുണ്ട്. പക്ഷേ നമ്മൾ ചായ വിറ്റ് മാത്രം ഇവിടെ ഏകദേശം 1,05,000 രൂപ പ്രോഫിറ്റ് വരുന്നുണ്ട്. സോ ഇതിൻ്റെ വേറൊരു അമേസിങ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവർ വിൽക്കുന്നത് ചായ മാത്രമല്ല, ഇവരുടെ മെനുവിൽ നോക്കി കഴിഞ്ഞാൽ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വിച്ച് ഈസ് ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
മാഗി ഒരു 70 റുപ്പീസിലാണ് ഇവർ വിൽക്കുന്നത്. ഒരു മാഗിക്ക് എത്ര രൂപ കോസ്റ്റ് ഉണ്ടെന്ന് ഏതൊരു കുഞ്ഞിനും കൂടെ ഓഡിയൻസിൽ മനസ്സിലാവും. സോ എത്ര ഇരട്ടി മാർജിൻ അവർ അതിന് ചാർജ് ചെയ്യുന്നുണ്ട്, എത്ര ഇരട്ടി പ്രോഫിറ്റ് അതിന് ചാർജ് ചെയ്യേണ്ടെന്ന് ഏകദേശം ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. സോ ഒരു ചായനെക്കാട്ടും 2-3 ഇരട്ടി ഓർഡർ വാല്യൂ ഉള്ള ഫ്രഞ്ച് ഫ്രൈസ്, ലോഡഡ് ഫ്രൈസ്, ചിക്കൻ്റെ ഒരുപാട് ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ വിറ്റുപോകുന്നുണ്ട്. സോ ഇമാജിൻ ദ പ്രോഫിറ്റ്. ഇനി 1 ലക്ഷം തന്നെ ഇവർക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദേ ക്യാൻ ഈസിലി കവർ ഇവരുടെ ഓൾ എക്സ്പെൻസ്. ഇനി ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ ഓരോ കേസ് സ്റ്റഡിയിലും ചർച്ച ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുകൊണ്ടായിരിക്കാം അത് പ്രോഫിറ്റബിൾ ആയതെന്നും നമ്മൾ അനലൈസ് ചെയ്യണം, അല്ലേ? ഇത് എന്തായാലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. 110% ഷുവറാണ് ഈ പറഞ്ഞ chai.in. ഓക്കെ, സോ ആ ഒരു കടയിൽ എന്തുകൊണ്ടാണ് ഇവർ സക്സസ്ഫുൾ ആയെന്നുള്ള ചില ഫാക്ടേഴ്സ് എൻ്റെ അസംഷനിൽ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ലൊക്കേഷൻ അടിപൊളിയാണ്. അതായത് ഓവർലി ക്രൗഡഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ആൻഡ് ആ പ്ലേസിലെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ബാച്ചിലേഴ്സാണ്. സോ കോർപ്പറേറ്റ് ബാച്ചിലേഴ്സാണ്. സോ അവർ എന്തായാലും ഈ പറഞ്ഞ 3 മണിക്കും പുലർച്ചയൊക്കെ വന്ന് ചായ കുടിക്കുന്ന ടീംസാണ്. സോ ത്രൂ ഔട്ട് ദ ഡേ ഓർ നൈറ്റ് അവിടെ ബിസിനസ്സിന് ആൾക്കാരുണ്ട്, ഡിമാൻഡുള്ള പ്ലേസാണ്. സോ ലൊക്കേഷൻ മാറ്റേഴ്സ്, ഫസ്റ്റ് തിങ്. ദെൻ രണ്ടാമത്തെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ആ മെനു നോക്കിയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ എത്ര കടകളിൽ ചായ പല വെറൈറ്റീസിൽ കിട്ടും. പക്ഷേ ഇവിടെ നിങ്ങൾ ആ മെനുവിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ചായാസാണ്. അതായത് അവിടെ വാനില ടീ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബട്ടർ സ്കോച്ച്, അതുപോലെ തന്നെ റോസ് ടീ വിച്ച് ഈസ് മൈ പേഴ്സണൽ ഫേവറേറ്റ്. അപ്പോൾ അതുപോലെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ലൈച്ചി, അദ്രക് ചായ്, ഡാർജിലിംഗ് ചായ്, ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി ഞാൻ ഇവിടേക്ക് അട്രാക്റ്റ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ, ഒരുപാട് ഫ്ലേവേഴ്സ് ഓഫ് ചായ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോന്ന് കുടിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യും. സോ സെക്കൻഡ് പോയിൻ്റാണ് ഇതുപോലെ എന്തെങ്കിലും ക്യൂരിയോസിറ്റി, അതായത് കസ്റ്റമർ റിട്ടൻഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ക്യൂരിയോസിറ്റി പ്രൊഡക്ട്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തിൽ ബിൽഡ് ചെയ്യുക. ഈ 2 സംഭവങ്ങൾ. മൂന്നാമത് അവർ കുല്ലതിലാണ്, വിച്ച് ഈസ് ഓൾസോ എ യുണീക്ക് സെല്ലിംഗ് പോയിൻറ്റ് അതർ ദാൻ അതർ ചായ് കഫേസ്. സോ നിങ്ങൾക്കൊരു നല്ല ലൊക്കേഷൻ ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ curiosity and different varieties, different selling point from your competitors, and അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നാലാമത്തെ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ഇത്രയും കാര്യങ്ങൾ നല്ല ചായ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വിൽ ബി വില്ലിങ് ടു പേ. ഓക്കെ, സോ ഒരു ചായക്ക് നിങ്ങൾ നാട്ടിൽ 10 രൂപ കൊടുക്കുമ്പോൾ ഇവിടെ 30 രൂപ വരെയാണ് ചാർജ് ചെയ്യണം ഒരു ചായക്ക്. സോ പ്രൈസ് മാർജിൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾക്ക് ഒരു ചായക്ക് അത്രയും പ്രൈസ് മാർജിൻ കിട്ടുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബി ഇൻ പ്രോഫിറ്റ്. കുറച്ച് ചായ വിറ്റാൽ തന്നെ പ്രോഫിറ്റിലേക്ക് എത്തും. സോ കീ ടേക്ക് അവേസ് ഇസ് ലൊക്കേഷൻ മാറ്റേഴ്സ്, ക്വാളിറ്റി മാറ്റേഴ്സ്, യുണീക്ക് സെല്ലിംഗ് പോയിൻറ്റ്, ക്യൂരിയോസിറ്റി, ക്വാളിറ്റി ആൻഡ് പ്രൈസ് പോയിൻറ്റ്. ദിസ് ഈസ് ഇറ്റ്. ആൻഡ് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് ഈസ് നോട്ട് എവറിത്തിങ് ഈസ് നോട്ട് ഇൻ വണ്ടർഫുൾ കളേഴ്സ് ആൻഡ് എവറിത്തിങ്. അതല്ല, ഇതിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, റിസ്കുകളുണ്ട്. But this series is all about understanding the risk of business. ഒരു ബിസിനസ്സിന് എന്തൊക്കെ റിസ്കുകൾ ഉണ്ടാവോ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതൊക്കെ എങ്ങനെ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുക. ദാറ്റ്സ് വാട്ട് അബൌട്ട് ഓൺടർപ്രണർഷിപ്പ്, റൈറ്റ്? Problem solving is what about entrepreneurship. So this video series will be everything about problem solving, identifying the problem solving, business opportunities. So be excited for the next video.